ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സംഘർഷത്തിന് പിന്നാലെ അടച്ചുപൂട്ടിയ താമരശ്ശേരിയിലെ ഫ്രഷ് കെട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം ഇന്ന് തുറക്കില്ല. ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ. പ്ലാന്റ് അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് സമരസമിതി. വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്ത്, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ഇന്ന് ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. നമ്മളോട് അങ്ങനെയാണ് ഈ പ്ലാന്റിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ തീരുമാനം മാറ്റിയോ? വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഡോക്ടർ വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇന്ന് പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തത്. പക്ഷേ ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് തുറക്കുന്നില്ല എന്നുള്ളതാണ് പ്ലാന്റ് ഉടമകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കാരണം ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കുമ്പോൾ നേരത്തെ പോലെ അക്രമം ഉണ്ടാവാനുള്ള ഒരു സാധ്യത പ്ലാന്റ് ഉടമകൾ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഉറപ്പാക്കിയ ശേഷം മാത്രമേ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് മുതൽ ഈ ഫാക്ടറിക്കെതിരായിട്ടുള്ള സമരസമിതി പുനരാരംഭിക്കുകയാണ്. അന്നത്തെ സംഘർഷത്തെ തുടർന്ന് സമരം അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് വൈകിട്ട് 5 മണി മുതൽ നേരത്തെ സമരം നടന്ന അമ്പലമുക്ക് ഭാഗത്തായിരിക്കും സമരം പുനരാരംഭിക്കുക. ഫാക്ടറി പരിസരത്ത് സമരം ഉണ്ടായിരിക്കില്ല. ഈ സംഘർഷത്തിലേക്കൊക്കെ പോയത് ഫാക്ടറി പരിസരത്ത് ഫാക്ടറിക്ക് മുമ്പിൽ ഉപരോധം എന്ന രീതിയിലൊക്കെ സമരം സംഘടിപ്പിച്ചപ്പോഴാണ്. ഇനി ആ രീതിയിലായിരിക്കില്ല സമരം, പക്ഷെ സമരം തുടരും. അത് നേരത്തെ അമ്പലമുക്ക് പ്രദേശത്ത് നടത്തിയ പോലെ ഒരു കുടിൽകെട്ടി സമരമോ അല്ലെങ്കിൽ ധർണയോ ആ രീതിയിലുള്ള സമരത്തിലേക്കായിരിക്കും പോവുക. ഇന്ന് വൈകിട്ട് 5 മണിക്ക് സമരം പുനരാരംഭിക്കും. പക്ഷെ ഫാക്ടറി ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കില്ല. പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഫാക്ടറി തുറക്കുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.